എങ്ങനെയുണ്ടായിരുന്നു ബേസിൽ ജോസഫ് പ്രൊഡക്ഷൻ? ചീപ്പായിരുന്നു, വളരെ ചീപ്പ് പ്രൊഡക്ഷൻ ആയിരുന്നു. എന്താ അങ്ങനെ പറയുന്നേ? ഞങ്ങള് ഫ്ലാസ്കിൽ ചായ ഒക്കെ കൊണ്ടുവരുന്നു വീട്ടിൽ നിന്ന്. ഒന്നും തന്നില്ല, ഒരു ചായ പോലും. ആ മുണ്ട് ഷർട്ടൊക്കെ എന്റെയാ. പടം സംസാരിക്കട്ടെ. മൈക്കായിട്ട് വരുവേ. പടം മൈക്കോട്ട് സംസാരിക്കാൻ വേണ്ടി. അന്നേരം ഞാൻ ഈ കോമഡി പറഞ്ഞപ്പോ നിങ്ങളൊക്കെ എന്നെ പുച്ഛിച്ച് കളിയാക്കി. എന്ത് കോമഡിയാണോ അതെന്ന്. ഇപ്പൊ അതേ വന്നിരുന്ന് പബ്ലിക്കായിട്ട് എന്റെ കോമഡി എടുത്ത് അടിക്കുന്നു. അല്ല, അതിന് പുച്ഛത്തിന് കുറവൊന്നുമില്ല. വിനീതേട്ടന്റെ ക്യാരക്ടർ എന്ന് വരുമ്പോ അവിടെ രണ്ടും മറ്റേ ഹാഷ്ടാഗും സ്റ്റാറും അങ്ങനെ നമ്മൾ തെറി വിളിക്കില്ലേ, ആ തിരക്ക് നമ്മൾ ഇടത്തില്ലേ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അതുപോലെ തന്നെ റിയ ഷബൂറിന്റെ ക്യാരക്ടർ ഇപ്പൊ സ്വാതി കൃഷ്ണയുണ്ട്, ഷാനക്കയുടെ ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെ. അത് ഇവരുടെ രണ്ടുപേരുടെ ക്യാരക്ടേഴ്സിന് മാത്രം അങ്ങനെ പേര് റിവീൽ ചെയ്യാത്ത, അതാണ് ആദ്യത്തെ ചോദ്യം. എന്തായിട്ടാ തോന്നിയെന്ന് പറഞ്ഞേ? തെറി. തെറിയല്ല, ഞങ്ങളൊരു ഗുരുദക്ഷിണയാണ്. അല്ല, എന്തൊക്കെയായിരുന്നു അത് ചെയ്യേണ്ടിരുന്നത്? നമ്മുടെ ഏജിലുള്ള ഒരാള് അത് നീ സപ്പോർട്ട് ചെയ്തു. പക്ഷെ കൊറേ വെയിറ്റ് ലോസ് ആയില്ലേ, നല്ലോണം പട്ടിയെ പോലെ പണിയെടുത്തിട്ടുണ്ട്. എന്റെ കോളേജിൽ അങ്ങനെ ഞാൻ ക്ലാസ് കട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല, ക്ലാസ്സിൽ കയറാറില്ലായിരുന്നു. ഞാൻ കോസ്റ്റ്യൂമൊക്കെ കളക്കുന്നത് ഡ്രസ്സൊക്കെ ഇടാൻ സൈൻ തീറ്റയും കോസ്റ്റീറ്റയും ആ കോസ്റ്റീറ്റേന്റെ അവിടെ ഒരു ബട്ടൺ പിടിപ്പിക്കും, അങ്ങനെയൊക്കെയാ പറയാം. എനിക്ക് ധാരണയില്ലാന്ന് തോന്നുന്നു. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു തിയറം ഇത് ബിറ്റടിക്കാൻ വേണ്ടിയിട്ട് അവൻ മറ്റേ ഇതുണ്ടല്ലോ ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ പുറകിൽ എഴുതി വെച്ചു. പിന്നെ അവന് പേടിയായി ഇത് വായിച്ചാലോ എന്ന്. അത് ഫുൾ കോമ്പസ് വെച്ച് സ്ക്രാച്ച് ചെയ്തു. എന്നിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുറന്നിട്ട് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഉള്ളിലെഴുതി പിന്നെ ഈ ഉള്ളിൽ ചെക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അവൻ അതും ഫുൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് അവനൊരു പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ നോക്കാണ്ട എഴുതുന്നത്, ഇവനത് പഠിച്ചു. കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള 2 പേര് നമ്മൾ ഇവിടെ പരാമർശിച്ചേ പറ്റൂ. അതെ, അവരാണ് ആക്ച്വലി. അതെ, മെയിൻ പ്രൊഡ്യൂസേഴ്സിനെ മറന്നാലും കോ പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ മറക്കാൻ പാടില്ല. കോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് വന്നിട്ട് നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സിൽ ഒന്ന് നമ്മുടെ സ്വന്തം ടൊവി. അപ്പൊ ടൊവി പ്രൊഡ്യൂസ് ചെയ്ത ഭാഗങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇന്ന ഏരിയ അവൻ പ്രൊഡ്യൂസ് ചെയ്യും, മറ്റേ ഏരിയ അങ്ങനെയല്ലോ. അതായത് ഇയാളിത് എവിടെ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഈ പ്രൊഡ്യൂസേഴ്സും കോ പ്രൊഡ്യൂസേഴ്സും തമ്മിൽ ജെല്ലായി പോയത്, നിങ്ങൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടായിരുന്നോ? എന്തിന്? ഞങ്ങള് സഹനശക്തിയുള്ള ആൾക്കാരാണ്, മെച്ചൂരിറ്റി ഉള്ള ആൾക്കാരാണ് ഞാനും സമീറൊക്കെയും എന്ന് പറയുന്നത്. അവൻ കടം ചോദിക്കും, ഇവര് കൊടുക്കില്ല. അതൊരു എപ്പോഴും തീരുമാനമായില്ലേ? അല്ല, അതിൽ ആ ക്യാരക്ടർ നെയിമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ കാമരാജ് എന്താണ് ഷാനിക്കയുടെ പേര്? നിർത്താതെ തിരിക്കുന്നിട്ടല്ലേ? എന്താ ബേസിലേട്ടാ ചിരിക്കുന്നത്? നല്ല ക്യാരക്ടർ ആയിരുന്നില്ലേ? ഏതാ പടം? അല്ല, ജോക്സ് അപ്പായിട്ട് അത് കലക്കം പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളത് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഓൺ എ സീരിയസ് നോട്ട് ഞങ്ങളത് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ ആയിരുന്നു. തകർത്ത് ചെയ്തു. പക്ഷെ ഞങ്ങൾ ആരും ചെയ്ത അത്ര നന്നാവില്ല. ഞാനിച്ചിരി മാന്യനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കോളേജിന് അങ്ങനെയായിരുന്നു അവിടെ മൊത്തത്തിൽ ഒരു ധാരണ. അപ്പൊ ടീച്ചർ നോക്കിയപ്പോ എന്റെ മുഖത്ത് പരിങ്ങൽ കണ്ടപ്പോ എനിക്ക് ഈ പ്രോഗ്രാം അറിയാത്ത കാരണം കൊണ്ടാണ് ഞാൻ പരിങ്ങുന്നതെന്ന് വിചാരിച്ചിട്ട് ഈ ടീച്ചർക്ക് എന്നോട് സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം.